كذلك وقد أحطنا بما لديه خبرا. ഇതായിരുന്നു അവരുടെ അവസ്ഥ. എന്നാൽ ദുൽഖർനൈനിയുടെ കൈവശമുണ്ടായിരുന്നതിനെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാമായിരുന്നു. ثم أتبع سببا. അനന്തരം അദ്ദേഹം വേറൊരു പര്യടനത്തിന് ഒരുക്കം ചെയ്തു. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. അങ്ങനെ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ എത്തിച്ചേർന്നപ്പോൾ അവയ്ക്കടുത്തായി ഒരു ജനത്തെ കണ്ടുമുട്ടി. പറയുന്നതൊന്നും അനായാസം ഗ്രഹിക്കാനാവാത്ത ഒരു ജനം. ആ രണ്ട് പർവ്വതങ്ങൾക്കപ്പുറം യഅജൂജ് മഅജൂജിന്റെ പ്രദേശമായിരുന്നുവെന്ന് പിന്നീട് പറയുന്നുണ്ട്. അതിനാൽ ആ പർവ്വതങ്ങൾ കാസ്പിയൻ കടലിനും കരിങ്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന കോക്കസസ് മലനിരകൾ തന്നെയായിരിക്കണമെന്ന് തീർച്ച. പറയുന്നതൊന്നും ഗ്രഹിക്കാത്ത ആ ജനതയുടെ ഭാഷ ദുൽഖർനൈനിക്കും കൂട്ടുകാർക്കും മിക്കവാറും അപരിചിതമായിരുന്നു. തനിക്കാടന്മാരായതിനാൽ അവരുടെ ഭാഷ അന്യർക്കെന്ന പോലെ അന്യരുടെ ഭാഷ അവർക്കും മനസ്സിലാകുമായിരുന്നില്ല. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا. അവർ അപേക്ഷിച്ചു, അല്ലയോ ദുൽഖർനൈൻ, യഅജൂജും മഅജൂജും ഈ നാട്ടിൽ നാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു സുരക്ഷാ മതിൽ പണിതു തരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് കരം തന്നുകൊള്ളട്ടെയോ? യഅജൂജ് മഅജൂജ് എന്നാൽ ഏഷ്യയുടെ ഉത്തരപൂർവ്വ ഭാഗത്തെ ചില ജനവർഗങ്ങളാണ് ഉദ്ദേശ്യം. അവർ പ്രാചീനകാലം മുതൽക്കേ പരിഷ്കൃത രാജ്യങ്ങളുടെ നേരെ കൊള്ളയും ആക്രമണങ്ങളും നടത്തിപ്പോന്നു. അവരുടെ പ്രവാഹം ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നു. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അവരെ നൂഹ് നബിയുടെ പുത്രൻ യാഫത്തിന്റെ വംശപരമ്പരയിൽ എണ്ണിയിരിക്കുന്നു. മുസ്ലിം ചരിത്രകാരന്മാരും ഇതുതന്നെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അവരുടെ പ്രദേശം രോശ്, തൂബൽ, മേശക് ആണെന്ന് യെഹെസ്കേൽ പുസ്തകത്തിൽ അധ്യായം 38 39 പറയുന്നു. രോശ്, തൂബൽ എന്നിവ ഇന്നത്തെ തോബാൽസക്കാണ്. മേശക് ഇന്നത്തെ മോസ്കോയും. കരിങ്കടലിന്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന സീതിയൻ സമുദായമായിരുന്നു അവരെന്നാണ് ജൂത ചരിത്രകാരൻ യൊസീഫുസ് പറയുന്നത്. ജെറോമിന്റെ വിവരണപ്രകാരം കൊക്കേഷ്യയുടെ വടക്ക് കാസ്പിയൻ കടലിന് സമീപമായിരുന്നു മഅജൂജിന്റെ ആവാസഗേഹം. قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥൻ എനിക്ക് തന്നിട്ടുള്ളത് തന്നെ ധാരാളമുണ്ട്. നിങ്ങൾ എന്നെ അധ്വാനം കൊണ്ട് മാത്രം സഹായിക്കുവിൻ. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ഒരു മതിൽക്കെട്ട് നിർമ്മിച്ചു തരാം. പ്രജകളെ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുക ഭരണാധിപൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യം മാത്രമാണ്. ഈ ആവശ്യത്തിന് മാത്രമായി നിങ്ങളുടെ മേൽ ഒരു ടാക്സ് ചുമത്താൻ എനിക്ക് അധികാരമില്ല. അല്ലാഹു എന്നെ വഹിപ്പിച്ചിട്ടുള്ള രാജ്യത്തിന്റെ ഖജനാവ് തന്നെ ഈ സേവനത്തിന് ധാരാളം മതി. എന്നാൽ ശരീരശക്തി കൊണ്ടും കായികാധ്വാനം കൊണ്ടും നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതുണ്ട്. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. ഇരുമ്പു കട്ടികൾ കൊണ്ടുതരുവിൻ. അങ്ങനെ രണ്ടു മലകൾക്കിടയിലെ വിടവ് നികത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജനത്തോട് തീ ഊതിപ്പടർത്തുവിൻ എന്ന് പറഞ്ഞു. ആ ഇരുമ്പു മതിൽ ചുട്ടുപഴുത്ത് അഗ്നിമയമായപ്പോൾ അദ്ദേഹം കൽപ്പിച്ചു, കൊണ്ടുവരുവിൻ, ഇനി അതിന്മേൽ ഉരുക്കിയ ചെമ്പുദ്രാവകമൊഴിക്കാം. യഅജൂജ് മഅജൂജുകൾക്ക് കയറി കടന്നുവരാൻ കഴിയാത്തവണ്ണം ഭദ്രമായിരുന്നു ഈ ഭിത്തി. അതിൽ തുരങ്കമുണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞില്ല. قال هذا رحمة من ربي
فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. ദുൽഖർനൈൻ പറഞ്ഞു, ഇത് എന്റെ റബ്ബിന്റെ കാരുണ്യമാകുന്നു. എന്നാൽ എന്റെ റബ്ബിന്റെ വാഗ്ദത്ത സമയമെത്തുമ്പോൾ അവൻ അതിനെ തകർത്ത് നിരപ്പാക്കിക്കളയും. എന്റെ റബ്ബിന്റെ വാഗ്ദത്തം എത്രയും സത്യമായതല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകാവുന്നത്ര ബലിഷ്ഠവും സുഭദ്രവുമായ ഭിത്തിയാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും അത് അനശ്വരമല്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ അഭീഷ്ടമുള്ളയിടത്തോളം അത് നിലനിൽക്കും. അള്ളാഹു നിശ്ചയിച്ച സമയം വന്നുകഴിഞ്ഞാലോ തകർന്ന് തുണ്ടം തുണ്ടമാകുന്നതിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും സാധ്യമാകുകയില്ല. വാഗ്ദത്ത സമയം എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഈ മതിലിടിയുന്ന കാലം എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കാം. സമസ്ത വസ്തുക്കളുടെ നാശത്തിനും മരണത്തിനും അള്ളാഹു നിശ്ചയിച്ച കാലവും അതുകൊണ്ട് ഉദ്ദേശിക്കാം, അതായത് ഖിയാമത്ത് നാൾ. ദുൽഖർനൈനിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. മക്കയിലെ അവിശ്വാസികളുടെ പരീക്ഷണാർത്ഥമുള്ള ചോദ്യത്തിനുത്തരമായി വിവരിച്ചതാണിത്. എങ്കിലും ഗുഹാവാസികളുടെ കഥ പോലെയും മൂസ ഖലിർ സംഭവം പോലെയും ഖുർആൻ അതിന്റെ സമ്പ്രദായമനുസരിച്ച് ഈ കഥയും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു മഹാനുഭാവന്റെ ഔന്നത്യത്തെപ്പറ്റി ബഹുദൈവാരാധകരായ നിങ്ങൾ വേദക്കാരിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നുവോ, ആ ദുൽഖർനൈനി വെറുമൊരു ലോകജേതാവായിരുന്നില്ല. ഏകദൈവത്വത്തിന്റെയും പരലോക വിശ്വാസത്തിന്റെയും വക്താവായിരുന്നു അദ്ദേഹം. നീതിയുടെയും നിഷ്പക്ഷതയുടെയും വിശാല മനസ്കതയുടെയും തത്വങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. നിങ്ങളോ ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ ലോകം മുഴുവൻ താനാണെന്ന ഭാവം നടിച്ച് ഹ്രസ്വമാനസരായിത്തീരുന്നു എന്നെല്ലാമാണ് ഖുർആൻ ഈ കഥയിലൂടെ ഉണർത്തുന്നത്. ദുൽഖർനൈനി നിർമ്മിച്ച ഭിത്തിയെ സംബന്ധിച്ച കൂടുതൽ വിവരം ഇങ്ങനെ മനസ്സിലാക്കാം. ദുൽഖർനൈൻ നിർമ്മിച്ച ഭിത്തി പ്രസിദ്ധമായ ചൈന ഭിത്തിയാണെന്ന ഒരു തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. എന്നാൽ കോക്കസ് പ്രാന്തത്തിലെ ദാഗിസ്ഥാനിൽ ദർബന്ദിന്റെയും ദാരിയലിന്റെയും മധ്യത്തിലാണ് ഈ ഭിത്തി സ്ഥിതി ചെയ്യുന്നത്. കരിങ്കടലിനും കാസ്പിയൻ സമുദ്രത്തിനുമിടയ്ക്കാണ് കോക്കസ് പ്രദേശം. അവിടെ കരിങ്കടൽ മുതൽ ദാരിയൽ വരെ ഉയർന്ന പർവ്വതനിരകളാണ്. മധ്യത്തിലെ മലയിടുക്കുകളാകട്ടെ ഒരു വലിയ സൈനിക സംഘത്തിന് കടന്നുവരാൻ മാത്രം വീതിയുള്ളതായിരുന്നില്ല. എന്നാൽ ദാരിയലിനും ദർബന്ദിനുമിടയിലുള്ള പ്രദേശത്തെ പർവ്വതങ്ങൾ അധികം ഉയരം കൂടിയതല്ലായിരുന്നു. ഇവിടത്തെ മലമ്പാതകൾ നല്ലപോലെ വീതിയുള്ളതുമാണ്. പുരാതന കാലത്ത് വടക്കുനിന്നുള്ള അപരിഷ്കൃത ജനവർഗങ്ങളുടെ കൊള്ളസംഘങ്ങൾ ഈ വഴിയിലൂടെ ദക്ഷിണഭാഗങ്ങളിൽ കടന്നാക്രമണം നടത്തുക പതിവായിരുന്നു. വടക്കുനിന്ന് ഇതേ മാർഗത്തിലൂടെയുള്ള ആക്രമണങ്ങളെയാണ് പേർഷ്യൻ ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്നതും. ഈ ആക്രമണങ്ങളുടെ പ്രതിരോധാർത്ഥം അവിടെ സുഭദ്രമായൊരു പടുകൂറ്റൻ ഭിത്തി നിർമ്മിക്കപ്പെട്ടു. 50 നാഴിക നീളവും 29 അടി ഉയരവും 10 അടി വീതിയുമുള്ള ഈ ഭിത്തി ആർ എപ്പോൾ നിർമ്മിച്ചുവെന്ന് ഇതുവരെ ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മുസ്ലിം ചരിത്ര പണ്ഡിതന്മാരും ഭൂമിശാസ്ത്രകാരന്മാരും ഇതുതന്നെയാണ് ദുൽഖർനൈൻ ഭിത്തി എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ നിർമ്മാണ രീതികളെക്കുറിച്ച ഖുർആനിക വിവരണങ്ങളുമായി യോജിക്കുന്ന അടയാളങ്ങൾ ഇപ്പോഴും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇബ്നു ജരീർ അത്വബരിയും ഇബ്നു കസീറും ഇതേപ്പറ്റി തങ്ങളുടെ ചരിത്രകൃതികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഅ്ജമുൽ ബുൽദാനിൽ യാഖൂത്ത് അതുദ്ധരിച്ചെഴുതുന്നു. അസർബൈജാൻ വിജയാനന്തരം ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 22-ാം വർഷം സുറാഖത്ത് ബിൻ അമ്രിനെ ബാബുൽ അബ്വാബ് കീഴടക്കാൻ നിയോഗിച്ചു. അബ്ദുറഹ്മാൻ ബിൻ റബീഅയുടെ നേതൃത്വത്തിൽ സുറാഖ തന്റെ മുന്നണിപ്പടയെ അങ്ങോട്ടയച്ചു. അബ്ദുറഹ്മാൻ അർമീനിയൻ പ്രദേശങ്ങളിൽ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഷാർബറാസ് യുദ്ധം കൂടാതെ കീഴടങ്ങി. അനന്തരം ബാബുൽ അബ്വാബിലേക്ക് മുന്നേറാൻ തുടങ്ങവേ അബ്ദുറഹ്മാനോട് ഷഹർബറാസ് പറഞ്ഞു, ദുൽഖർനൈൻ ഭിത്തി നിരീക്ഷിച്ച് ആ പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ പഠിച്ചുവരാൻ ഞാൻ ഒരു ദൂതനെ അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിശദവിവരങ്ങൾ താങ്കളെ ബോധിപ്പിക്കുന്നതാണ്. അങ്ങനെ അബ്ദുറഹ്മാന്റെ മുമ്പിൽ അദ്ദേഹം ഹാജരാക്കപ്പെട്ടു. ഈ സംഭവം നടന്ന് 200 വർഷങ്ങൾക്ക് ശേഷം അബ്ബാസി ഖലീഫയായിരുന്ന അൽവാസിഖ് ദുൽഖർനൈൻ ഭിത്തിയുടെ നിരീക്ഷണാർത്ഥം സലാമുത്തർജുമാന്റെ നേതൃത്വത്തിൽ 50 പേരുടെ ഒരു സംഘത്തെ നിയോഗിക്കുകയുണ്ടായി. മുഅ്ജമുൽ ബുൽദാനിൽ യാഖൂത്തും അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീറും സാമാന്യം വിശദമായി ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ വിവരണപ്രകാരം പ്രസ്തുത ദൌത്യസംഘം ആദ്യം സാമറയിലൂടെ തിഫ്ലീസിലും അവിടുന്ന് അസ്സറീറിലും തുടർന്ന് അല്ലാൻ വഴി ഫീലാൻഷായിലും എത്തി. പിന്നീട് കാസ്പിയൻ ദേശത്ത് പ്രവേശിച്ചു. തുടർന്ന് ദർബന്ദിൽ ചെന്ന് ഭിത്തി നിരീക്ഷണം നടത്തി.
കോക്കസിലെ ഈ ഭിത്തി തന്നെയാണ് ദുൽഖർനൈൻ ഭിത്തിയെന്ന് ഹിജ്റ 3-ാം ശതകത്തിലും മുസ്ലിങ്ങൾ പൊതുവെ വിശ്വസിച്ചിരുന്നതായി ഇത് വ്യക്തമാക്കുന്നു. മുഅ്ജമുൽ ബുൽദാനിൽ മറ്റിടങ്ങളിലും ഈ വസ്തുത യാഖൂത്ത് പരാമർശിക്കുന്നു. കാസ്പിയൻ എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതുന്നു, ദുൽഖർനൈൻ ഭിത്തിക്ക് സമീപം ദർബന്ത് എന്നറിയപ്പെടുന്ന ബാബുൽ അബ്വാബിന്റെ പിന്നിലെ തുർക്കി പ്രദേശങ്ങളാണിത്. കാസ്പിയൻ രാഷ്ട്രത്തെപ്പറ്റി വിശദമായി വിവരിക്കുന്ന ഖലീഫ മുഖ്തദിർ ബില്ലാഹിയുടെ അംബാസിഡർ അഹ്മദ് ബിൻ ഫളലാന്റെ ഒരു റിപ്പോർട്ടും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഉതൽ ആസ്ഥാനമായുള്ള രാജ്യമാണ് കാസ്പിയൻ എന്ന് അതിൽ പറയുന്നു. ഈ പട്ടണത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന ഉതൽ നദി റഷ്യയിൽ നിന്നും ബൾഗേറിയയിൽ നിന്നും ആഗമിച്ച് കാസ്പിയൻ സമുദ്രത്തിൽ ചേരുന്നു. വോൾഗ എന്ന പേരിലാണ് ഈ നദി ഇപ്പോൾ അറിയപ്പെടുന്നത്. ബാബുൽ അബ്വാബ് എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതുന്നു, ഇതിന് അൽബാബ് എന്നും ദർബന്ത് എന്നും പേരുണ്ട്. കാസ്പിയൻ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമുസ്ലിം നാടുകളിൽ നിന്ന് മുസ്ലിം നാടുകളിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ് ഈ മാർഗം. ഒരു കാലത്ത് ഇത് അനൂശർവാന്റെ സാമ്രാജ്യത്തിൽപ്പെട്ടതായിരുന്നു. പേർഷ്യൻ ചക്രവർത്തിമാർ ഈ അതിർത്തി പ്രദേശത്തിന്റെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. وَتَرَكْنَا بَعْضَهُمْ يَوْمَئِذٍ يَمُوجُ فِي بَعْضٍ وَنُفِخَ فِي الصُّورِ فَجَمَعْنَاهُمْ جَمْعًا. അന്നാളിൽ ജനത്തെ നാം തിരമാലകൾ പോലെ മേൽക്കുമേൽ ഇരമ്പിക്കയറുന്നവരായി വിടുന്നതാകുന്നു. കാഹളം ഊതപ്പെടും. അപ്പോൾ നാം സകല മർത്യരെയും ഒറ്റ സംഘമായി ഒരുമിച്ചു കൂട്ടും. അന്നാൾ എന്നതുകൊണ്ടുദ്ദേശം പുനരുദ്ധാന ദിവസമാണ്. ഖിയാമത്ത് നാളിനെക്കുറിച്ച ദൈവിക നിശ്ചയത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ദുൽഖർനൈനിയുടെ പരാമർശത്തോട് ബന്ധപ്പെടുത്തി അതിന്റെ തുടർച്ചയെന്നോണമാണ് വാക്യം അരുളി ചെയ്തിരിക്കുന്നത്. وَعَرَضْنَا جَهَنَّمَ يَوْمَئِذٍ لِلْكَافِرِينَ عَرْضًا. അന്ന് നാം സത്യനിഷേധികൾക്ക് മുന്നിൽ നരകം പ്രദർശിപ്പിക്കും. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. എന്റെ ഉദ്ബോധനങ്ങൾക്ക് നേരെ അന്ധരായിരിക്കുകയും സത്യസന്ദേശം ഒട്ടും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തിരുന്ന ആ സത്യനിഷേധികളുടെ മുന്നിൽ أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا. സത്യനിഷേധം അവലംബിച്ച ഈ ജനം വിചാരിക്കുന്നുവോ എന്നെ വെടിഞ്ഞ് എന്റെ അടിമകളെ അവരുടെ രക്ഷകരാക്കി കളയാമെന്ന്? എന്നാൽ ഇത്തരം നിഷേധികളെ സൽക്കരിക്കാൻ നാം നരകം ഒരുക്കിവെച്ചിട്ടുണ്ട്. ഇതുമുതൽ സൂറത്തിന്റെ സമാപന വാക്യങ്ങളാണ്. അതിനാൽ ദുൽഖർനൈനി സംഭവത്തോടല്ല, അധ്യായത്തിന്റെ ഉള്ളടക്കത്തോട് പൊതുവിലാണ് ഇതിന്റെ ബന്ധം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. സൂറയുടെ ഇതിവൃത്തം ഇതാണ്: ബഹുദൈവത്വം പരിത്യജിച്ച് ഏകദേവത്വവും ഇഹലോക പൂജ വിട്ട് പരലോക വിശ്വാസവും അവലംബിക്കാൻ നബി തിരുമേനി തന്റെ സമുദായത്തെ നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തങ്ങളുടെ സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും അഹങ്കരിച്ച് ഗർവിഷ്ഠരായ സമുദായത്തിലെ നേതൃമാന്യന്മാർ തിരുമേനിയുടെ സത്യപ്രബോധനത്തെ തുടർച്ചയായി നിരാകരിച്ചു. മാത്രമല്ല, ആ പ്രബോധനം അംഗീകരിച്ചിരുന്ന സന്മാർഗ തൽപരരായ ഒരു പിടി നല്ല മനുഷ്യരെ അക്രമമർദ്ദനങ്ങൾക്കും അവഹേളനത്തിനും ഇരയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. സൂറയുടെ ആരംഭം തൊട്ടിതുവരെ ഈ വിഷയകമായ പ്രഭാഷണമായിരുന്നു. പ്രതിയോഗികൾ പരീക്ഷണാർത്ഥം അന്വേഷണ വിഷയമാക്കിയിരുന്ന 3 കഥകളും അതേ പ്രഭാഷണ മധ്യേ മാലയിലെ മുത്തുമണികളെന്ന പോലെ ഉചിതമായ സ്ഥാനങ്ങളിൽ കോർത്തിണക്കുകയുമുണ്ടായി. ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞിട്ടും ഇവർ പൂർവ്വധാരണയിൽ തുടരുകയോ തങ്ങൾക്ക് ഈ നിലപാട് പ്രയോജനകരമാണെന്ന് ധരിച്ചിരിക്കുകയാണോ ഈ കൂട്ടർ? قُلْ هَلْ نُنَبِّئُكُمْ بِالْأَخْسَرِينَ أَعْمَالًا. പ്രവാചകരെ, അവരോട് പറയുക, സ്വകർമ്മങ്ങൾ ഏറ്റവുമധികം നിഷ്പ്രയോജനമായി തീരുന്ന ജനം ആരെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? الذين ضل سعيهم في الحياة الدنيا وهم يحسبون
وهم يحسبون أنهم يحسنون صنعا. ഐഹിക ജീവിതത്തിലെ അധ്വാന പരിശ്രമങ്ങളിൽ സന്മാർഗത്തിൽ നിന്ന് തെറ്റിയവരും അതേസമയം തങ്ങൾ ചെയ്യുന്നതൊക്കെയും ശരിയെന്ന് കരുതുന്നവരുമത്രേ അവർ. ഈ വാക്യത്തിന് രണ്ടർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഒന്ന് നാം തർജ്ജമയിൽ സ്വീകരിച്ചത് തന്നെ. മറ്റൊന്ന് തങ്ങളുടെ പ്രയത്നങ്ങൾ ഐഹിക ജീവിതത്തിൽ പാഴായിപ്പോയവർ എന്നും, അതായത് അവർ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തെ വിസ്മരിച്ചും പരലോകത്തെ അവഗണിച്ചും ഇഹലോകത്തിനു വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഐഹിക ജീവിതം തന്നെ സാക്ഷാൽ ജീവിതമെന്ന് അവർ വിശ്വസിച്ചു. ഐഹികമായ വിജയങ്ങളും സുഖാനന്ദങ്ങളും മാത്രം ജീവിത ലക്ഷ്യമായി വരിച്ചു. അവർ ദൈവത്തിന്റെ അസ്തിത്വത്തെ സമ്മതിച്ചിരുന്നെങ്കിൽ തന്നെ ദൈവത്തിന്റെ അഭീഷ്ടമെന്തെന്നോ ഒരിക്കൽ അവന്റെ സന്നിധിയിൽ ഹാജരായി സ്വന്തം കർമ്മങ്ങളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടെന്നോ ചിന്തിച്ചതേയില്ല. തങ്ങൾ സ്വന്തമായി അധികാരമുള്ളവരും നിരുത്തരവാദികളുമായ ബുദ്ധിയുള്ള മൃഗങ്ങൾ മാത്രമാണെന്ന് അവർ ധരിച്ചു. ഇഹലോകമാകുന്ന മേച്ചിൽ പറമ്പിൽ സ്വച്ഛന്തം വിഹരിക്കുന്നതിൽ കവിഞ്ഞൊരു കാര്യവും ആ മൃഗത്തിനില്ല. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. റബ്ബിന്റെ സൂക്തങ്ങൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചവരും അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് വിശ്വസിച്ചിട്ടില്ലാത്തവരുമായ ജനമാണ് അവർ. അതിനാൽ അവരുടെ കർമ്മങ്ങളൊക്കെയും പാഴായിപ്പോയി. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവയ്ക്ക് ഒരു തൂക്കവും കൽപ്പിക്കുന്നതല്ല. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. അവരുടെ സത്യനിഷേധത്തിന് പകരമായും എന്റെ സൂക്തങ്ങളോടും ദൈവദൂതന്മാരോടും കൈക്കൊണ്ട പരിഹാസത്തിന്റെ പരിണതിയായും അവർക്കുള്ള പ്രതിഫലം നരകമാകുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. എന്നാൽ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോ അവർക്ക് ആതിഥ്യം നൽകാൻ ഫിർദൗസിലെ ഉദ്യാനങ്ങളുണ്ടായിരിക്കും. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അവരതിൽ നിത്യവാസികളാകും. അവർ ഒരിക്കലും അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോകാൻ ആഗ്രഹിക്കുകയില്ല. ആ സ്ഥിതിയിലും മെച്ചമായ മറ്റൊരു സ്ഥിതിയുണ്ടാവുക സാധ്യമല്ലെന്നർത്ഥം. അതിനാൽ സ്വർഗീയ ജീവിതത്തിന് പകരം വയ്ക്കാവുന്ന മറ്റൊന്നിന്റെയും നേരെ അവർക്ക് ആഗ്രഹം ജനിക്കുന്നതേയില്ല. قُلْ لَوْ كَانَ الْبَحْرُ مِدَادًا لِكَلِمَاتِ رَبِّي لَنَفِدَ الْبَحْرُ قَبْلَ أَن تَنفَدَ كَلِمَاتُ رَبِّي وَلَوْ جِئْنَا بِمِثْلِهِ مَدَدًا. പ്രവാചകരെ പറയുക, സമുദ്രം എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതുന്നതിനുള്ള മഷിയാവുകയാണെങ്കിൽ എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരും മുമ്പ് അത് വറ്റിപ്പോകും. എന്നല്ല, അത്രയും മഷി കൂടിയും കൊണ്ടുവന്നാലും മതിയാവുകയില്ല. റബ്ബിന്റെ വചനങ്ങളെന്നാൽ അവന്റെ പ്രവർത്തനങ്ങൾ, ഗുണവിശേഷണങ്ങൾ, വിസ്മയാവഹമായ ശക്തിപ്രഭാവം, യുക്തിരഹസ്യങ്ങൾ എന്നിവയാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ صالحا ولا يشرك بعبادة ربه أحدا. പ്രവാചകരെ, അവരോട് പറയുക, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ദിവ്യബോധനം ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ
സൽക്കർമ്മങ്ങൾ ആചരിച്ചു കൊള്ളട്ടെ. ഇബാദത്തിൽ ആരെയും തന്റെ റബ്ബിന്റെ പങ്കാളിയാക്കാതിരിക്കുകയും ചെയ്യട്ടെ.